എല്ലാവർക്കും നമസ്കാരം. ലൈവ് അപ്ഡേറ്റ് ആണ് പറയുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസ് ഷോ ഇത്രയും നാളും പോയപ്പോലെയല്ല. അവർ 7ന്റെ പണി 8ന്റെ പണി കൊടുക്കുമെന്ന് ആദ്യം തൊട്ട് പ്രൊമോയിൽ പറയുന്നുണ്ട്. പിന്നെ പണിപ്പുര എന്നൊന്ന് എഴുതി വെച്ച ലാലേട്ടൻ നമ്മളെ കാണിക്കുന്നുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടും പണിയാണ് കിട്ടുന്ന, പണിപ്പുര തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഒരു ന്യായമില്ലാത്ത പോലെ തോന്നുന്നുണ്ട്. മത്സരാർത്ഥികൾ പല സ്ഥലത്തു നിന്ന് അവിടെ വന്നു വിട്ട് കാലാവസ്ഥയൊക്കെ ആയിട്ട് അവർക്ക് യോജിച്ചു വരാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ കൂടെ അവർക്ക് ആഹാരവും ഇല്ല, വസ്ത്രവും ഇല്ല. അതൊരു മനുഷ്യൻ്റെ ഏറ്റവും ആവശ്യമായ ഒരു സംഭവമല്ലേ. എന്ത് ഗെയിമാണ് എന്താണെന്ന് പറഞ്ഞാലും വസ്ത്രവും ആഹാരം വേണ്ടേ? കുളിക്കാതെയൊക്കെ നടക്കേണ്ട ഒരു അവസ്ഥ വരിക എന്നൊന്ന് ആലോചിച്ച്. ഇന്നാ ജിസയിൽ തക്ര പറയുന്നുണ്ട് മണക്കുന്ന് കുളിക്ക് പോയി എന്നൊക്കെ പറയുന്നുണ്ട്. കാരണം അവരുടെ ആ ബാഡ്ജ് ഉള്ളതുകൊണ്ട് അവർക്ക് വസ്ത്രവും മറ്റുള്ള എല്ലാ സാധനവും ഉണ്ട്. പക്ഷേ അവർ പറയുന്നുണ്ട് നെവിനോടൊക്കെ, നെവിൻ പോയി കുളിക്കുന്നൊക്കെ പറയുന്നുണ്ട്. പല രീതിക്കൊക്കെ അവർ പറഞ്ഞു ഒപ്പിക്കുന്നുണ്ട്. പക്ഷെ അത് എന്തുകൊണ്ട് ആർക്കും കുളിച്ചിട്ട് ഡ്രസ്സ് മാറി വരാനുള്ള ഡ്രസ്സില്ല, പിന്നെ ആണെങ്കിൽ ഫുഡില്ല, ഇങ്ങനെ മേക്കപ്പ് സാധനം അത് മാത്രം വേണേൽ ഇല്ലെന്നിരിക്കുക. അതൊക്കെ ഇവരുടെ ഇമേജിനെ മാത്രമേ ഇവർ നോക്കുന്നതുകൊണ്ട് മാത്രമാണ് മേക്കപ്പിൻ്റെ. എല്ലാവരുടെയും മുഖത്ത് മേക്കപ്പ് ഒന്നുമില്ല, അങ്ങനെ ഇരിക്കുന്നത്. പക്ഷെ അതിൻ്റെ കൂടെ ഇപ്പം ഒരു ഇത് വന്നു, പണിപ്പുര കയറി എടുക്കാം. ഒരു ടൈം പറയുന്നുണ്ട്, 16 സെക്കൻഡിനുള്ളിൽ 570 പോയിന്റ് എടുക്കുക എന്നുള്ളതാണ് തിരഞ്ഞെടുത്തത്. ഇവർ തിരഞ്ഞെടുത്തിട്ട് പോകാൻ പണിപ്പുരയ്ക്കുള്ളിലേക്ക് കയറാൻ തീരുമാനിച്ച ആരാന്ന് വെച്ചാൽ ആദിലെ നൂറേയും അക്ബറോടെയാണ്. അതിൻ്റെ ഉള്ളിൽ കയറി ഈ സമയത്തിനുള്ളിൽ 16 സെക്കൻഡിനുള്ളിൽ 570 പോയിന്റ് എന്നുള്ളത്, ആ സെക്കൻഡിനുള്ളിൽ അത്രയും സാധനം എടുത്തു. ആ ടൈമിനുള്ളിൽ മാക്സിമം കിട്ടുന്ന എടുക്കാമെന്ന് തീരുമാനിച്ച് അവർ അതിൻ്റെ ഉള്ളിൽ കയറുന്നു. വാരി എല്ലാവരും കൂടെ പണിപ്പുരയ്ക്കുള്ളിൽ നിന്ന് കിട്ടുന്ന എല്ലാം പാക്ക് ചെയ്ത് വെച്ചിരിക്കുക കേട്ടോ. അത് മുഴുവൻ വാരി കോരിയെടുത്ത് ഇവർ ഇപ്പുറത്തൊരു ബോക്സ് വെച്ചിട്ടുണ്ട്. ആ ബോക്സിൽ കൊണ്ട് ഇങ്ങനെ ഇടണം. 1-2 ബോക്സുകളുണ്ട്. പക്ഷെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ഇവർ ഈ ആർത്തിമൂത്ത് ഇങ്ങനെ ഇരിക്കുന്നല്ലേ, ഫുഡും ഇല്ല, അവരുടെ ഒരു സാധനവും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ അവർ അതിൻ്റെ അകത്തുനിന്ന് അത് വാരി എടുക്കുമ്പോഴത്തേന് ബസർ സൗണ്ട് വന്നു. അവർക്ക് അതിൻ്റെ അകത്തുനിന്ന് വെളിയിൽ വന്നപ്പോഴത്തേന് ടൈം കഴിഞ്ഞു. അവർ അതിൻ്റെ ഉള്ളിൽ നിന്ന് വെളിയിൽ ഇറങ്ങാൻ എത്ര എടുത്തു എന്നുള്ളതല്ല, ആ പറഞ്ഞ ടൈമിന് തൊട്ട് മുന്നേ അവർ വെളിയിൽ ഇറങ്ങുക എന്നുള്ളതാണ് ആ ഗെയിമിൻ്റെ പ്രാധാന്യം. അപ്പോൾ ഇവർ ഇറങ്ങി വന്നപ്പോഴത്തേന് സമയം കഴിഞ്ഞു. ഇവരൊരു ബോക്സിൽ കൊണ്ട് ഇത് മുഴുവൻ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇവരെ ലിവിങ് റൂമിലോട്ട് വന്നിരിക്കുന്നുള്ള രീതിയിൽ ബിഗ് ബോസ് പറയുന്നു. അവിടെ വന്നിട്ട് കേട്ടിരിക്കുന്നത് നമുക്ക് പോലും ഒരു അന്യായം പറയുന്ന പോലെ ഒന്നും, ഒരു കുറച്ചെങ്കിലും ഇതൊരു ട്രയലായിട്ട് എടുക്കുക. ഇതൊരു ആദ്യത്തെ അല്ലേ, അറിയത്തില്ലായ്മ കൊണ്ട് പറ്റിയതല്ലേ. അപ്പാനിയൊക്കെ ഇരുന്ന് പറയുന്നുണ്ട് അറിവില്ലായ്മ കൊണ്ട് പറ്റിയതല്ലേ, ഒരു ശകലമെങ്കിലും പകുതി നിങ്ങൾ എടുത്തോ എന്നൊക്കെ ഇവർ കെഞ്ചി ചോദിക്കുന്നുണ്ട്. ഒരു വിട്ടുവീഴ്ചയില്ല. ഇനി ഈ ആഴ്ച ഒരു പ്രാവശ്യം കൂടെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ പലരും കുളിക്കാതെ എടുക്കാതൊക്കെയാണ് അവിടെ ഇരിക്കുന്നത്. വല്ലാത്ത ബുദ്ധിമുട്ട് അവർക്ക് അനുഭവിക്കുന്നുണ്ട്. വസ്ത്രവും വെള്ളവും പാർപ്പിടവും എന്നൊക്കെ പറയുന്ന ആവശ്യമായ കാര്യങ്ങളല്ലേ ഈ ഫുഡും വസ്ത്രവും എന്നൊക്കെ പറഞ്ഞാൽ. അത് കൊടുക്കാതെ പിടിച്ചു വെക്കുന്ന ഗെയിം എന്ത് ഗെയിമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നിട്ട് നിങ്ങളെടുത്താൽ ഒരു ദാക്ഷിണ്യമില്ല ബിഗ് ബോസ് പറയുന്നു. 8ന്റെ പണി 7ന്റെ പണി എന്നൊക്കെ പറഞ്ഞാൽ ഈ വേറൊരു 100 ദിവസം വേറെടുത്ത് പോയി താമസിക്കുന്നു, മൊബൈൽ ഫോൺ ഇല്ല, ബന്ധുക്കളെ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞാലും അതൊന്നും കുഴപ്പമില്ല. സത്യത്തിൽ ഈ ബിഗ് ബോസ് സീസൺ 7-ൽ ഇവൻ ഈ കാണിക്കുന്നത് ഒരു സഹിക്കാൻ പറ്റാത്ത പോലെ തോന്നുന്നത്. കാരണം എന്തും എല്ലാവരുടെയും മാനസികാവസ്ഥ ആകെ ബുദ്ധിമുട്ടാണ്. ഇന്നലെയോ എപ്പോഴോ ഒന്ന് സൂം ചെയ്ത് നോക്കിയപ്പോൾ ആ അപ്പാനിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നുണ്ട്. എന്താന്ന് കാര്യമൊന്നും അറിയില്ല, സും ചെയ്ത് ഇങ്ങനെ കാണിച്ചു. അങ്ങനെ പലർ ഇന്നാണ് അനീഷ്, എല്ലാവരും നത്തേ കൊത്തേന്ന് പറഞ്ഞ് അനീഷിൻ്റെ മുന്നിലോട്ട് ചെല്ലുന്നുണ്ട്. ഇപ്പം ലൈവ് നടക്കുമ്പോഴും റേന ഫാത്തിമ മിണ്ടരുത് എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുന്നുണ്ട്. അതൊക്കെ ഓരോ മാനസിക പ്രശ്നമുണ്ട്. അതിൻ്റെ കൂടെ സാഹചര്യം കൂടെ നോക്കുമ്പോൾ എന്ത് ഒരു ആകെ കൂടി ഒരു ഇറിറ്റേഷനായിരുന്നു. ഇപ്പം ബാത്റൂം ഏരിയയിലെ മൈക്കിൻ്റെ മുന്നിൽ വന്ന് നോക്കിക്കൊണ്ട് ശാരിക വന്ന് ഇതിന് മുന്നേ പോയ സീസണിലെ മത്സരാർത്ഥികളെ നമിക്കുന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ പറയട്ടെ, അവർ ഇവരെ പോലെ അനുഭവിച്ചിട്ടില്ല. ഇതിൻ്റെ ഉള്ളിൽ വരുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് മനസ്സിലാവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അവർക്കൊരു സല്യൂട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇവരെ പോലെ അനുഭവിച്ച ആരുമില്ലെന്ന് ഓർക്കാം. ഇവരന്നിട്ട് തിരിച്ച് 3 പേര് കൂടി ബിഗ് ബോസ് പറയാം, 3 പേര് ലിവിങ് റൂമിൽ നിന്ന് എഴുന്നേറ്റ് പോയിട്ട് ഈ എടുത്തോണ്ട് വന്ന അത്രയും സാധനം, അതായത് പുറത്തു കൊണ്ട് വെച്ചല്ലോ, മത്സരത്തിന്റെ ഭാഗമായിട്ട് പുറത്തു കൊണ്ട് ഇവരുടെ സാധനങ്ങളാണ് വെച്ചത്. ആ സാധനങ്ങളും തീറ്റി സാധനം അത്രയും സാധനവും നിങ്ങൾ തിരിച്ചു കൊണ്ട് വെച്ചോളാൻ പറയും.
തിരിച്ച് അതേപടി കൊണ്ട് വെക്കുന്നുണ്ട്. ഒന്നും എടുക്കാൻ സമ്മതിച്ചില്ല, ഉറി പോലെ തിരിച്ചു പോന്നിട്ടുണ്ട്. ഇനി അടുത്ത ആഴ്ച അല്ല ഈ ആഴ്ച ഒന്നുകൂടെ ഉണ്ടെന്ന് പറയുന്നു. പക്ഷേ മനുഷ്യൻ്റെ ഒരു ഏറ്റവും ആവശ്യമായ വസ്ത്രവും ഭക്ഷണവും ഇങ്ങനെ നിഷേധിക്കുന്ന ഗെയിം, അതെന്ത് ഗെയിമാണ്? ചുമ്മാ മനുഷ്യനെ അതൊരുമാതിരി സാഡിസം പോലെയാണ് കണ്ടിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം അത് എന്നിട്ട് അതിൻ്റെ അകത്ത് നിവിൻ എന്ന് പറയുന്നത് എന്താ കാണിക്കുന്നറിയില്ല. ഇപ്പൊ കട്ടിലിൻ്റെ അടുത്ത് ഇരുന്നിട്ട് ബെഡിന്റെ ഇതെടുത്ത് തലയിലോട്ട് ഇട്ടിട്ട് ഒരു പെട്ടി തുറക്കുന്നുണ്ട്. അത് ആരുടെ പെട്ടിയാണെന്നറിയില്ല, അവന്റെ പെട്ടിയാണോ, കള്ളത്തരത്തിലാണ് ചെയ്യുന്നത്. അപ്പൊ അത് മറ്റാരുടെയും പെട്ടിക്കുള്ളിൽ നിന്ന് എന്തോ എടുക്കുകയോ ഒക്കെ ചെയ്യുന്നത്. മനുഷ്യനല്ലാതാക്കുന്ന രീതിയിലോട്ടാണ് ഇപ്പൊ ബിഗ് ബോസിന്റെ ഈ പ്രാവശ്യത്തെ ഗെയിമിന്റെ രീതി. ഈ പണി കൊടുക്കുന്ന പണിപ്പുര അത്ര നല്ലതല്ല, എന്ത് പറഞ്ഞാലും നല്ലതല്ല. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം. മതിയായിട്ട് കാണുന്ന ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.